ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ഇത് നന്നായിട്ട് ദം ചെയ്തെടുത്ത ബീഫെല്ലാം നന്നായിട്ട് വെന്ത് ഗ്രേവി പരുവത്തിലുള്ള ഒരു ബീഫ് ബിരിയാണിയാണ്. ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 5 വലിയ സവാള അടികട്ടിയുള്ള ഒരു ഉരുളിയിൽ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് വഴറ്റി എടുക്കുക. ആ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനുശേഷം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് വഴറ്റുക. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ പച്ചമുളക് ചതച്ചത് ചേർത്ത് വഴറ്റുക. അതിനുശേഷം ഇഞ്ചി ചതച്ചത് ചേർത്ത് വഴറ്റുക. ഇതെല്ലാം വഴറ്റി നന്നായിട്ട് സവാളയെല്ലാം വാടി വരുമ്പോൾ 3 വലിയ തക്കാളി ചേർത്ത് വഴറ്റുക. അതോടൊപ്പം തന്നെ ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ ചേർക്കുക. അത് നന്നായിട്ട് വഴറ്റി ഒരു എണ്ണ തെളിയണ പാകമാകുമ്പോൾ ഗരം മസാല 2 വലിയ സ്പൂൺ ചേർക്കുക. അതിനുശേഷം മല്ലിയിലയും പുതിനയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വേറെ ഒരു പൊടികളൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1.5 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഈ ബീഫ് വേവിക്കുന്നത് നമ്മൾ കുക്കറിലാണ്. അപ്പോൾ അതിനായിട്ട് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ടതിന് ശേഷം ഒരു ഗ്യാസിൽ ഒരു 15 മിനിറ്റ് വിസിലടുപ്പിക്കുക. അപ്പോൾ ഈ വിസിലടുപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. പുളിയില്ലാത്ത തൈര്. അതൊരു 2-3 ടേബിൾ സ്പൂൺ ആ തൈരും കൂടി അതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കുക, വിസിലടുപ്പിച്ചെടുക്കുക. ഇനി ചോറിനായിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ കൈമ അരിയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്താൻ വെക്കുക. ഇനി വേറൊരു ഉരുളി എടുത്തിട്ട് 3 വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് അത് ചൂടാകുമ്പോൾ ഹോൾ സ്പൈസസായ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതെല്ലാം ചേർത്ത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ 1 കിലോ അരിയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. ആ 1 കിലോ അരിക്ക് 1.5 പാത്രം വെള്ളം, ഏത് പാത്രത്തിലാണോ അരി നമ്മൾ അളന്നെടുക്കുന്നത് അതിന് 1.5 പാത്രം വെള്ളം ചേർത്തിട്ട് വെള്ളം തിളക്കുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ സ്ട്രെയിൻ ചെയ്തെടുത്ത അരി അതിനകത്തേക്ക് ചേർക്കുക. അതിൽ അരി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വേവിക്കുക. ഈ സമയത്ത് ബീഫ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ വേറൊരു ഉരുളിയിൽ ഗ്യാസിലെ ആ ഉരുളി വെച്ചിട്ട് ഈ ബീഫ് അതിനകത്തേക്ക് തട്ടുക. എന്നിട്ട് ഗ്യാസ് ഫുൾ ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴത്തേക്കും ഈ ചോറ് വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ടാവും. ആ വെന്ത ചോറ് എന്ത് ചെയ്യുക, അതിനകത്തേക്ക് ഇട്ടിട്ട് മൂടി ഒരു 15-20 മിനിറ്റ് ഫുൾ സിമ്മിൽ വെയിറ്റ് എന്തെങ്കിലും മേളിൽ കയറ്റി വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. ദം ചെയ്ത് 15-20 മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞിട്ട് മറ്റൊരു ഉരുളിയിലോട്ട് അതിൻ്റെ മുകളിലെ ഒരു ചോറും അതിനടിയിൽ വരുന്ന ആ ഗ്രേവിയും കൂടി മിക്സ് ചെയ്ത് ആ ചോറ് വേറൊരിലേക്ക് ചേർത്തിട്ട് പ്ലേറ്റിൽ സെർവ് ചെയ്യാവുന്നതാണ്.